സജീഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ അമ്പലക്കള്ളന്മാർ പിടിയിലാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം ഞാൻ സജീഷിനോട് ചോദിക്കട്ടെ, ഈ പത്മകുമാറും വാസുവും ശങ്കർദാസും ഒക്കെ ജയിലിൽ കിടക്കുന്നത് എങ്ങനെയാണ്? അവരെ ജയിലിൽ കയറ്റിയത് ആരാണ്? എന്ത് കാരണത്താലാണ് അവർ ജയിലിൽ പോയത്? നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടോ? അതിന് ഉത്തരവില്ല. ഇനി നിങ്ങൾ കൊടിമരത്തെക്കുറിച്ച് പറഞ്ഞു. കൊടിമരത്തിൻ്റെ പേരിൽ അനധികൃതമായിട്ട് പണപ്പിരിവ് നടത്തി സിനിമാ താരങ്ങൾ അടക്കമുള്ളവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിവെടുത്തു എന്ന് താങ്കൾ പറഞ്ഞു. താങ്കളുടെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ടും രേഖയും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പറയണം, ഏത് സിനിമാ താരമാണ് കൊടുത്തത്, എത്ര കോടിയാണ് കൊടുത്തത്, എങ്ങനെയാണ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത് എന്നൊക്കെ താങ്കൾ ഈ ചർച്ചയിൽ പറയണം. അല്ലെങ്കിൽ താങ്കൾ ആ വിവരം കിട്ടുന്നവരെങ്കിലും അത് പറയാതിരിക്കാനുള്ള മര്യാദ കാണിക്കണം. അടുത്തത്, ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിൽ, അവിടുത്തെ എല്ലാ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് അത് ചെയ്തു. വാജിവാഹനം തന്ത്രിക്ക് കൈമാറി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് കൊടുത്തു. ഹൈക്കോടതി അത് എൻഡോഴ്സ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങളാണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. പിന്നെ താങ്കളുടെ തന്നെ സഖാവായിട്ടുള്ള അനിൽകുമാർ പറഞ്ഞതുപോലെ കാണാതായ 2 മണികളും കണ്ടെത്തിയിട്ടുണ്ട്, അതും അവിടെ എത്തിയിട്ടുണ്ട്. അക്കാര്യത്തിലും നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ തർക്കം നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ പറയേണ്ടത് ഹൈക്കോടതിയുടെ മുമ്പിലാണ്. കാരണം ഹൈക്കോടതി എൻഡോഴ്സ് ചെയ്ത രേഖകളിലാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അജയ് തറയിൽ ചിതലരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് താങ്കളുടെ കയ്യിൽ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ എത്രയും പെട്ടെന്ന് ഈ ചർച്ച തീരുന്നതിന് മുമ്പായിട്ട് അത് പറയണം. ഞാൻ മനസ്സിലാക്കിയതോടത്തോളം അജയ് തറയിൽ പറഞ്ഞത് കൊടിമരത്തിന് ജീർണത സംഭവിച്ചു, ദേവപ്രശ്നത്തിൽ ജീർണത സംഭവിച്ചായിട്ട് കണ്ടെത്തി, അതുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്ത് കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അജയ് തറയിലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അതിന്റെ വിഷ്വൽ, അതിന്റെ വീഡിയോ അദ്ദേഹത്തിന് തെറ്റാണ് ജിൻഡോ, അത് അവാസ്തവമാണ്. അങ്ങനെ ഒരു ചിതലിന്റെ പ്രശ്നം ഇതിൽ എവിടെ ആരും പറയുന്നില്ലെന്നേ. ഒരു പ്രൊപ്പോണ്ട പോലെ എല്ലാവരും എങ്ങനെ കോൺക്രീറ്റ് എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ശരിയാവുക? അങ്ങനെ ചിതലിന്റെ പ്രശ്നം ആരും എവിടെയും പറയുന്നില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഡോക്ടർ KS രാധാകൃഷ്ണൻ അടക്കം പറഞ്ഞു ചിതൽ എന്ന് പറഞ്ഞു. എവിടെ ചിതലിന്റെ കാര്യം ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ചിതൽ എവിടുന്ന് വന്നു ജിൻഡോ? എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. അങ്ങനെ അജയ് തറയിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ ആരും കേട്ടിട്ടില്ല. കോൺക്രീറ്റ് ചെതലരിക്കും എന്നുള്ള സിദ്ധാന്തം മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമാണ് അറിയുന്നത്. ഇനി അതിനപ്പുറത്ത് സജീഷ് പറഞ്ഞ വാദത്തെ എൻഡോഴ്സ് ചെയ്യുന്ന വിവരങ്ങൾ, വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ടെങ്കിൽ താങ്കൾ ഈ ചർച്ച തീരുന്നതിന് മുമ്പായിട്ട് പറയണം. വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പോറ്റി എന്ന് ശബരിമലയിൽ വന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. പോറ്റി ജനിച്ച കാലം തൊട്ട് പോറ്റിയുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പരിചയക്കാരെയും ഒക്കെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പോറ്റി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ഏത് കാലത്താണ്? അത് 2019-ലാണ്. അതിനുശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെച്ച് വീണ്ടും 2024 വീണ്ടും ഇതേ പോറ്റിയെ തന്നെ ഈ പണിയെ ഏൽപ്പിക്കാൻ നോക്കിയത് ആരാണ്? ഇതേ സർക്കാരാണ്. 2025 ഹൈക്കോടതി കയ്യോടെ പിടിച്ചത് ആരെയാണ്? ഇതേ ദേവസ്വം ബോർഡിനെയും ഇതേ സർക്കാരിനെയും തന്നെയാണ്. അപ്പൊ പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് അറിഞ്ഞിട്ടും അത് മൂടി വെച്ച് സംരക്ഷിച്ച LDF സർക്കാർ അതുകൊണ്ടാണ് പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പോറ്റി മോശക്കാരനാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഈ മോശക്കാരനായിട്ടുള്ള പോറ്റിയോട് പങ്ക് കച്ചവടം നടത്തി ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന, ഹൈക്കോടതി റിമാൻഡ് ചെയ്ത, SITയുടെ റിപ്പോർട്ട് പ്രകാരം റിമാൻഡ് ചെയ്ത പത്മകുമാറും വാസുവും ശങ്കർദാസും ഒക്കെ കുഴപ്പക്കാരാണോ? ഇവരെ അമ്പലക്കള്ളന്മാരായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? അമ്പലക്കള്ളന്മാർ എന്ന് താങ്കൾ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാണോ ഇവർ? അത്തരം കാര്യങ്ങൾ മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ അധികം ദീർഘമായിട്ട് സംസാരിക്കില്ല, കാരണം താങ്കൾക്ക് കുറെ അധികം പറയാനുണ്ടാവും. എനിക്ക് അത്രയും അധികം പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.